അപ്പോ രാജസ്ഥാനിൽ ഒന്നാണ്. അപ്പോ രാജസ്ഥാനി പീപ്പിൾ എന്തല്ല നല്ല സന്തോഷമുള്ള ആൾക്കാർ. അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി പൈസ ഫുൾ. ഇതാണ് നമ്മളെ ഗൈസ്, നമ്മൾ 3 ആൾക്കാർ, 5 പേരുണ്ട്. ഈ भैया आपका नाम बोलो. संजय. ये हमारा ड्राइवर सुमित भाई है. ऑटो नंबर ये वाला. इफ एनीवन कम टू ऑटो नंबर गाइस, ऑटो नंबर കാണുന്നില്ല. ഓട്ടോ നമ്പർ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് വെക്കണം. ഓക്കെ, 1 2 3 4. भैया इधर से पीछे. हाँ भैया, താങ്ക്സ് ഭയ്യ. അതും വരുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ വണ്ടിയിൽ കയറി. നമ്മുടെ ഡ്രൈവർ ബൈ. ഹായ്, हेलो गाइस. और रेल से रेल काट के क्रॉसिंग है जयपुर हेवी रोड वो छोड़ना है. भाई मस्ती ബൈ. അങ്ങനെ നമ്മളെ ചങ്ങായി അടുത്തേക്ക് എത്തിപ്പിച്ചു. ഇനി അടുത്ത ലിഫ്റ്റിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ടീംസ് ഉണ്ട്. ജോധ്പൂരിലേക്കാണ് നമ്മുടെ യാത്ര. ഇനി തുടരും. പ്ലീസ് നാം ബോലോ ഭയ്യ. आपका नाम സുരേഷ് ബ്രോ. ഗൈസ്, സുരേഷ് ബ്രോ is helping us. Next bro, സുരേഷ് ഗോപിന്റെ വണ്ടിയാണ്. സുരേഷ് ചേട്ടന്റെ വണ്ടിയാണ്. നന്ദി, താങ്ക്സ്. टैक्सी नंबर ഗൈസ്, ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വണ്ടിയിൽ കയറിച്ച് വിളിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ താങ്ക്സ് ഇട്ടാ. താങ്ക് യു ബ്രോ. आपका नाम सुरेश खत्री. If anyone come to Rajasthan, call Suresh Justy. Okay, bye. Thanks. Guys, അപ്പോ നമ്മ ഇനി അടുത്ത ലിഫ്റ്റിനാണ് പോകുന്നത്. നമ്മളെ കൂട്ടായ്മ ഇവിടെ ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഇതാണ്. നമ്മ ഇന്ന് തകർക്കും. ഫ്രീ ആയിട്ട് എവിടത്തെ വരെ എത്തും നമുക്ക് നോക്കാം. അപ്പോ കേട്ടാ. ഗൈസ്, നമ്മള് മൂന്നാണ് വൈ പോലെ. Dust and one boy. Come on. Once, dust. Come on. Make like this. Okay. Go. Jodhpur. ऊपर में ना सूर्य बैक पो. ऊपर से ഞാൻ എത്തിയേക്കാ. ഞാൻ ഇതരണ. ഞങ്ങൾ പോവാണ്. താങ്ക്സ് ഉണ്ട്, നല്ല ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാം സെറ്റാക്കി. നമസ്കാരം. ഈ ദീപാവലിക്ക് ഞങ്ങൾ രാജസ്ഥാൻ തിരഞ്ഞെടുത്തു. 8 ദിവസത്തെ യാത്രത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ജമ്മുവിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പൊ ജയ്സൽമീരിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു ഞങ്ങൾ സഞ്ജയ് ചേട്ടൻ എന്ന് പറയുന്നത്. ഞങ്ങള് ക്യാഷൊക്കെ ഓൾമോസ്റ്റ് തീർന്ന് ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ട് പരിചയപ്പെട്ടതായിരുന്നു സഞ്ജയ് ചേട്ടന്. ഞങ്ങൾ മലയാളികളെന്ന് പറഞ്ഞ സമയത്ത് ഇടം വരെ നോക്കാൻ ഞങ്ങൾ സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി വണ്ടികൾ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. ജയ്സൽമീരിൽ നിന്നും ജോധ്പൂരിലേക്ക് 300ഓളം കിലോമീറ്റർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രക്ക് ഞങ്ങൾക്ക് ഒപ്പിച്ചെന്നത് ഞങ്ങൾ സഞ്ജയ് ചേട്ടനാണ്. അപ്പൊ ഇനി ഏത് മലയാളി സ്റ്റുഡൻസ് വരികയാണെങ്കിലും സഞ്ജയ് ചേട്ടനെ ബന്ധപ്പെടണം ഞങ്ങളെ അപേക്ഷിക്കുകയാണ്. കാരണം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാണ് ഈ വിഷയത്തിൽ, അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ എന്താ